പട്ടികവർഗക്കാരെ പൊതുസമൂഹത്തിനൊപ്പം ഉയർത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ. അക്ഷരവും അറിവും അധികാരവും നിഷേധിക്കപ്പെട്ട പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിന്റെ ഉന്നമനത്തിന് പ്രഥമ പരിഗണനയാണ് സംസ്ഥാന സർക്കാർ നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു. മലപ്പുറം ജില്ലയിലെ ഭൂരഹിതരായ പട്ടികവർഗക്കാർക്കുള്ള ഭൂമിയുടെ രേഖകൾ വിതരണം ചെയ്ത് നിലമ്പൂർ OCK ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആ മാതൃകയോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാൻ നമുക്ക് കഴിയേണ്ട ഒരു ജനവിഭാഗമാണ് നമ്മുടെ തദ്ദേശീയ ജനത. ആ തദ്ദേശീയ ജനതയ്ക്ക് അവരുടെ ജീവിതം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കി കൊടുക്കാൻ നമുക്ക് കഴിയണം. മറ്റ് സമൂഹത്തോടൊപ്പം തന്നെ ഉയർന്നവരവസരം അവർക്ക് കൊടുക്കണം. ആ അവസരം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് വലിയ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഭൂമിയുടെ പ്രശ്നം. സ്വന്തമായി ഒരു ഭൂമി അല്ലെങ്കിൽ ഒരു ഭൂമി തങ്ങൾക്കുണ്ട് എന്ന് പറയാനുള്ള അവസരം ഉണ്ടാകും. ഭൂമി ഇല്ലാത്തവരായിരുന്നില്ല നമ്മുടെ തദ്ദേശവാസികൾ. ഭൂമി ഉണ്ടായിരുന്നത് പല കാരണങ്ങളാൽ അന്യാധീനപ്പെട്ടു. തീർച്ചയായിട്ടും അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള നിയമമെല്ലാം ഉണ്ടാക്കിയെങ്കിലും അത് പ്രായോഗികമായിട്ട് നടപ്പിലാക്കാനുള്ള പല പ്രയാസങ്ങളും. അങ്ങനെ എല്ലാം പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ പോരാ എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് എല്ലാ തദ്ദേശവാസികൾക്കും സ്വന്തമായി ഭൂമി നൽകണമെന്ന് തീരുമാനിച്ചത്. നഷ്ടപ്പെട്ട എത്ര ഭൂമിയാണോ അത്രയും ഭൂമി അവർക്ക് നൽകാനും അതോടൊപ്പം തന്നെ ഒരു ഇഞ്ച് പോലും ഭൂമിയില്ലാത്ത മുഴുവൻ ആളുകൾക്കും 1 ഏക്കർ ഭൂമിയെങ്കിലും നൽകാനും വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണം. പട്ടികവർഗക്കാരെ പൊതുസമൂഹത്തിനൊപ്പം ഉയർത്താനുള്ള ശ്രമങ്ങൾ സർക്കാർ നടപ്പിലാക്കി വരികയാണ്. ഇതിന്റെ ഭാഗമായി കൂടിയാണ് ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായ പട്ടികവർഗക്കാർക്ക് ഭൂമി വിതരണം ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിൽ 747 പേർക്കാണ് ഭൂമി നൽകാനുണ്ടായിരുന്നത്. ഇതിൽ 520 പേർക്കുള്ള ഭൂമിയാണ് ഇന്ന് വിതരണം ചെയ്യുന്നത്. അവശേഷിക്കുന്നവർക്കായി ഉടൻ ഭൂമി ലഭ്യമാക്കും. വയനാട് ജില്ലയിലെ പട്ടികവർഗക്കാർക്ക് ഭൂമി നൽകുന്നതിനായി പ്രത്യേകം പാക്കേജ് നടപ്പിലാക്കും. സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി ഉണ്ടാക്കുവാൻ പട്ടികവർഗക്കാർക്ക് കഴിയേണ്ടതുണ്ട്. ഏവിയേഷൻ അക്കാദമി, വിദേശ സർവകലാശാലകൾ എന്നിവയിലടക്കം പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള സാമ്പത്തിക സഹായം സർക്കാർ നൽകുകയാണ്. ചുങ്കതറയിലെ താലൂക്ക് ആശുപത്രി ട്രൈബൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി മാറ്റുന്നതിന് ആരോഗ്യവകുപ്പുമായി ആലോചിച്ച് നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഗ്രൂപ്പ് നിലമ്പൂർ.